അടുക്കളക്കാരിക്ക് മജിസ്ട്രേറ്റ് ആകണം. അതിമോഹമല്ലേ മോളെ? ഇനിയും പലരും നിന്നെ പഠിപ്പിക്കാന്നൊക്കെ പറയും. അതൊക്കെ നീ സ്നേഹത്തോടെ റിജക്റ്റ് ചെയ്തേക്കണം. ഇല്ലെങ്കിൽ ഈ പേപ്പർ ഞാനങ്ങ് ഫില്ല് ചെയ്യും. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നേന്ന് നിനക്കറിയാലോ. ഒന്നും സംഭവിക്കില്ല. നിയമങ്ങളൊക്കെ മാറിയത് എന്നെ പോലെ മാഡത്തിന് നന്നായി അറിയാം. അല്ലെങ്കിൽ മാഡം എന്നെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ഇങ്ങനൊരു ഭീഷണി മുഴക്കില്ലായിരുന്നു. ഇതൊരു ഡീലാവുന്നില്ലല്ലോ. വേറെന്തെങ്കിലും ഡീലുണ്ടെങ്കിൽ വെക്കേ. ഇത് ഞാൻ സൈൻ ചെയ്ത ബ്ലാങ്ക് ചെക്കാ. ഇതില് നിനക്ക് എത്ര രൂപ വേണമെങ്കിലും എഴുതിയെടുക്കാം. പക്ഷേ നീ പഠിക്കാൻ പോകാൻ പാടില്ല. ഇത് രമാദേവിയുടെ അഭിമാനത്തിന്റെ പ്രശ്നം. ഈ ചെക്ക് ബുക്കിൽ നിന്നും 1001 രൂപ എഴുതി ഒരു ചെക്ക് ലീഫ് ഞാൻ എടുക്കുന്നു. എനിക്ക് വേണ്ടിയല്ല, രമാനിലയത്തിൽ രമാദേവി മാഡത്തിനും കുടുംബത്തിനും എല്ലാ നന്മകളും വരാൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന വിളിപ്പുറത്ത് ഭഗവതിക്ക് ഞാനൊരു പൂജ ചെയ്തേക്കാം. നിനക്കെന്നെ അറിയില്ല. മാഡം, ഈ ചിന്നു പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി പഠിച്ചിരിക്കും. വെറും പഠിത്തമല്ല, ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നിയമ പഠനം ഞാൻ പൂർത്തിയാക്കിയിരിക്കും. ഇത് പാല് തന്ന കൈക്കുള്ള കൊത്തലാണെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും തോന്നല് മാത്രമാണെന്നുള്ള തിരിച്ചറിവ് മാഡം ഉണ്ടാക്കിയെടുക്കണം. ഈ ചിന്നു ചെയ്യുന്ന യുദ്ധം ഒന്നും വെട്ടിപ്പിടിക്കാൻ വേണ്ടിയുള്ളതല്ല, തളർന്ന് വീണു പോവാതിരിക്കാനുള്ളതാ. സ്ട്രഗിൾ ഫോർ സർവൈവൽ.